രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ് മലപ്പുറത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ. വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ജനങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും എന്റെ കേരളം സ്റ്റാളുകളിലുണ്ട്. വിജയവഴിയിൽ കേരളം മുന്നോട്ട് എന്ന തലക്കെട്ടിൽ കേരളം മാറിയതെങ്ങനെയെല്ലാം എന്ന് അവതരിപ്പിക്കുകയാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള. 100-ലധികം സ്റ്റാളുകളുള്ള ശീതീകരിച്ച ആധുനിക പന്തലിൽ ഓരോരുത്തരെയും വരവേൽക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റിയ വൻകിട പദ്ധതികളാണ്. വൻകിട പദ്ധതികളെ പോലെ തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ കരുതലിന്റെ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണവും ഇടം പിടിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനവും പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണ രീതികളുമെല്ലാം പൊതുജനങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം സേനയുടെ ആയുധ ശേഖരങ്ങളും പ്രവർത്തനവും മലപ്പുറത്ത് നിന്ന് നേരിട്ടറിയാം. പരമ്പരാഗത തൊഴിൽ മേഖലകളെ ചേർത്ത് പിടിക്കുന്നുവെന്നറിയിച്ച പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ മൺപാത്ര നിർമ്മാണവുമുണ്ട്. മലപ്പുറം ജില്ലയിലെ വികസന നേട്ടങ്ങളെല്ലാം കാണാം ഈ ചുമരുകളിലെ ചിത്രങ്ങളിലൂടെ. സർക്കാർ വിദ്യാലയങ്ങളിലെ പുതിയ ബഹുനില കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂം, ആരോഗ്യമേഖലയെ മികവുറ്റതാക്കിയ ആധുനിക കെട്ടിടങ്ങൾ, അനുബന്ധ സൗകര്യങ്ങൾ, പുതിയ പാലങ്ങൾ എല്ലാം എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റാളുകളിൽ. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലെ കേരള മാതൃകയുമായി റോബോട്ടുകളുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പുമുണ്ട്. വ്യവസായ സൗഹൃദ കേരളത്തെക്കുറിച്ച് വിശദമായ വിവരണങ്ങളുണ്ട് വ്യവസായ വാണിജ്യ വകുപ്പിന്. പുതിയ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് എങ്ങനെ വിപണി കണ്ടെത്തണം തുടങ്ങി മുഴുവൻ സമയ സഹായവും നൽകുകയാണ് വ്യവസായ വാണിജ്യ വകുപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ പൗരകേന്ദ്രീകൃതമായ സേവനം സമ്പൂർണ്ണമായും ഡിജിറ്റലാക്കിയ കെ സ്മാർട്ടിനെ കുറിച്ചുള്ള മുഴുവൻ സംശയവും ഇവിടെ തീർക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള എല്ലാ സേവനങ്ങളും ഒറ്റ ക്ലിക്കിൽ പബ്ലിക്കിന് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ സ്മാർട്ട് ആരംഭിച്ചത്. പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അവരുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് കെ സ്മാർട്ടിനകത്തൊരു കെ സ്മാർട്ട് ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏത് പഞ്ചായത്തിലേക്കാണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനമായാലും ശരി അവർക്ക് ഓൺലൈനായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്ന രീതിയിലാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുട്ബോളിൽ മലപ്പുറം സ്വാധീനം ഉറപ്പാക്കി കായിക മേഖലയുടെ പ്രാധാന്യം, പരിശീലനം തുടങ്ങിയവയും ജനകീയമാക്കിയിട്ടുണ്ട് കായിക വകുപ്പിന്റെ വിപുലമായ സ്റ്റാളുകൾ. കണ്ടും കേട്ടും സ്റ്റാളിന് പുറത്തിറങ്ങിയാൽ ഓരോരുത്തർക്കും വിലയിരുത്താനാകും വിജയവഴിയിലൂടെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ. ന്യൂസ് മലയാളം, മലപ്പുറം.